أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തുൽ ഫാത്തിഹ റാസി ഇമാമിൻ്റെ തഫ്സീർ ഒന്ന് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അൽ ബാഉ ഫി ഖൗലിഹി ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി എന്നതിലെ ബാ ഉണ്ടല്ലോ, അൽ ബാഉൽ ഇൽസാഖാണ്. ഇൽസാഖിൻ്റെ ബാ ആണ്. വഹിയ മുതഅല്ലിഖുൻ ബി ഫിഅലിൻ. അപ്പോൾ അത് ഫീലിനോട് ബന്ധിച്ചതാണ്. അപ്പോൾ തഖ്ദീർ എങ്ങനെ? ബിസ്മില്ലാഹി അഷ്റഉ. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു, ഞാൻ പ്രവേശിക്കുന്നു. ഫി അദാഇ ത്വാആത്തി. ത്വാഅത്തുകളെ വീട്ടുന്നതിൽ, നല്ല കാര്യങ്ങളെ വീട്ടുന്നതിൽ ഞാൻ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് പ്രവേശിക്കുന്നു എന്നായി. വഹാദൽ മഅന, ഈ അർത്ഥം ലാ യസീറു മുലഖസൻ മഅലൂമൻ, അത് അറിയപ്പെട്ടതും മുലഖസാക്കപ്പെട്ടതാകൂല. ഇല്ലാ അബാദൽ ബുഖൂഫി അലാ അഖ്സാമി ത്വാആത്ത്. ത്വാആത്തിൻ്റെ ഖിസ്മുകളുടെ മേലുള്ള വുഖൂഫിന് ശേഷമല്ലാതെ. വഹിയൽ അഖായിദുൽ ഹഖത്തു, അത് ഹക്കായ വിശ്വാസങ്ങളും, വൽ അമാലു സ്വാഫിയത്തു, തനിച്ച അമലുകളുമാണ്. സാഫിയായ മദ്ദലായിലി, ദലീലുകളോടുകൂടിയും, വൽ ബയ്യിനാത്തി, തെളിവുകളോടുകൂടിയുള്ള ഹക്കായ അഖീദകളും സാഫിയായ അമലുകളുമാണ്. വമഅൽ അജ്വിബത്തി അനിശുബുഹാത്തി, തിരിച്ചറിയായ്മകളെ തൊട്ടുള്ള ജവാബ് ഉത്തരങ്ങളോടുകൂടിയുമുള്ള തനിച്ച അമലുകളും ഹക്കായ അഖീദകളുമാണ് ഏത്? ത്വാഅത്തുകൾ. വഹാദൽ മജ്മു, ഇത് മുഴുവനും റുബ്ബമാ സാദ അലാ അശ്റത്തി ആലാഫി മസ്അല, ആലാഫ് അശ്റത്ത് ആലാഫ്, 10,000 മസലകളെക്കാൾ വർദ്ധിക്കും ചിലപ്പോൾ. ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? ബിസ്മില്ലാഹി എന്നതിലെ ബാ ഇൽസാഖിൻ്റെ ബാ ആണ്. അത് ഫീലിനോട് ബന്ധിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. നമ്മൾ അതിനെ സങ്കല്പിച്ചു. ബിസ്മില്ലാഹി അഷ്റഉ എന്നൊക്കെ പറഞ്ഞു. ഫിയദായി ത്വാഅത്ത്. പിന്നെ ഈ മാന മുലഖസും അറിയപ്പെട്ടതാകൂല ത്വാഅത്തിൻ്റെ കിസ്മുകളുടെ മേൽ അറിഞ്ഞതിന് ശേഷമല്ലാതെ, വുഖൂഫിന് ശേഷമല്ലാതെ. അതെന്താണ്? ഈ ത്വാഅത്തിൻ്റെ ഇനങ്ങൾ അത് ഹക്കായ വിശ്വാസങ്ങളും തനിച്ച അമലുകളുമാണ്. അപ്പോൾ ഇവകൾ മുഴുവനും ചിലപ്പോൾ എന്ത് ചെയ്യും? 10,000 മസലേക്കാൾ വർദ്ധിക്കും. ഹക്കായ വിശ്വാസവും സാഫിയ അമാലുകളുമെല്ലാം. വമിനൽ ലത്വായിഫി, ലത്തീഫായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. കന്ന ഖൗലഹു അഊദു ബില്ലാഹി എന്ന അള്ളാഹിൻ്റെ കൗലുണ്ടല്ലോ, അത് ഇഷാറത്തുൻ, അത് ഇഷാറത്താണ്. ഇലാ നഫി മാ, ഒന്നിനെ നഫി ചെയ്യുന്നതിലേക്ക്. ലാ യംബഗി, യോജിക്കാത്ത ഒന്നിനെ. മിനൽ അഖായിദി, അഖീദകളാൽ, അൽ അഅമാലി, പ്രവർത്തനങ്ങളാൽ. അപ്പോൾ അമലുകളിലും അഖീദകളാലും യോജിക്കാത്ത ഒന്നിനെ നഫി ചെയ്യുക, ഇല്ലാതാക്കുന്നതിലേക്ക് സൂചനയാണ്. അഊദു ബില്ലാഹി, അള്ളാഹിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇനി വഖൗലു, അള്ളാഹിൻ്റെ കൗല് ബിസ്മില്ലാഹി എന്ന കൗല് ഇഷാറത്തുൻ ഇലാ മാ, ഒന്നിലേക്കുള്ള സൂചനയാണ്. യംബഗി മിനൽ ഇഅ്തിഖാദാത്തി, വിശ്വാസങ്ങളിൽ നിന്ന് യോജിച്ച ഒന്നിലേക്കുള്ള സൂചനയാണ്. വൽ അമലിയാത്തി, അമലുകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും യോജിച്ച ഒന്നിലേക്കുള്ള സൂചനയാണ്. അപ്പോൾ കൗല് ബിസ്മില്ലാഹി എന്ന അള്ളാഹിൻ്റെ കൗല് എന്താ? ലാ യസീറു മഅലൂമൻ, അത് മഅലൂമാകൂല. ഇല്ലാ ബഅദൽ വുഖൂഫി അലാ ജമീൽ അഖായിദിൽ ഹഖത്തി വൽ അമാലി സാഫിയ. ബിസ്മില്ലാഹി എന്നുള്ളത് മഅലൂമാകൂല, ഹക്കായ വിശ്വാസങ്ങളും അതുപോലെ തന്നെ തനിച്ച സ്വാഫിയായ പ്രവർത്തനങ്ങളും അമലുകളുടെ മേലും നിന്നതിന് ശേഷമല്ലാതെ ബിസ്മില്ലാഹി എന്നുള്ളത് മഅലൂമാകൂല, അറിയപ്പെട്ടതാകൂല.
വഹാദാ ഹുവ തർത്തീബുല്ലദി യശാദു ബിസിഹത്തിൽ അഖ്ലു സൈ വൽ ഹഖു സരിഹു. വഹാദാ ഇതാണ് ഹുവ തർത്തീബുല്ലദി യശദു ബിസിഹത്തിൽ അഖ്ലു സയ്യാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന തർത്തീബ് ഇതാണ്. അതുപോലെ തന്നെ ശരിയായ അഖലും അൽ ഹഖു സരിഹു ശരിയായ ഹക്കും സാക്ഷി നിൽക്കുന്ന തർത്തീബ് ഇതാണ്. അപ്പോൾ മുഅല്ലിഫിൻ്റെ തഫ്സീർ ബസ്മലക്ക് മുഹസ്സൻ ചെയ്തു അങ്ങേയറ്റം ദീർഘമാണ്. പക്ഷേ നമ്മൾ ഇവിടെ ഇതിനെ തിരഞ്ഞെടുത്തത് ഇലാ യതയസ്സറ തയസ്സറ അല്ലെങ്കിൽ യതസയ്യറ അർളുമാ ബഖിയ ബി തരീഖത്തും യോജിച്ച വഴിയിലൂടെ ശേഷിച്ച ഒന്ന് വെളിവാകൽ എളുപ്പമാകുന്നതിലേക്ക് നാം ഇതിനെ തിരഞ്ഞെടുത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ്. റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇവിടെ പിന്നെ അർ-റഹ്മാനുർ റഹീം മൂന്നാമത്തെ ആയത്തുകൊണ്ട് പറഞ്ഞു. റഹ്മാനും റഹീമുമായ. ഇനി അൽ ബാബുൽ ഖാമിസ് അഞ്ചാമത്തെ ബാബ്. എന്തിലാ? ഫി തഫ്സീരി സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ. ഫി ഫുസൂലൻ ഇതിൽ പറഞ്ഞത് പല ഫസ്ലുകളുമുണ്ട്. അൽ ഫസ്ൽ പോലെ ഒന്നാമത്തെ ഫസ്ല് ഫി തഫ്സീരി ഖൗലിഹി തആല അള്ളാഹിൻ്റെ കൗലിൻ്റെ തഫ്സീറിലാണ്. അൽഹംദുലില്ലാ എന്ന അള്ളാഹിൻ്റെ കൗലിൻ്റെ വ്യാഖ്യാനത്തിലാണ്. ഫീ വുജൂൻ അതിൽ പല വജ്ഹുകളുണ്ട്. അല്ല പോലെ ഒന്നാമത്തേത് ഹൗന അൽഫാദൻ സലാസ. ഇവിടെ 3 ലഫ്സുകളുണ്ട്. അൽഹംദു അറിയാം, വൽ മദ്ഹ് ഉണ്ട്, വശുക്റുണ്ട്. അപ്പോൾ ഹംദ് മദ്ഹ് ശുക്ർ ഇവകൾ നമ്മൾ വ്യത്യാസം എന്താ? ഫനഖൂലു നാം പറയും അൽ ഫർഖു ബൈനൽ ഹംദി വൽ മദ്ഹി മിൻ വുജൂഹിൻ. ഹംദിൻ്റെയും മദ്ഹിൻ്റെയും ഉള്ള നമ്മളുടെ ഫർക്ക് പല വജൂഹുകളിലൂടെയാണ്. അല്ലപോലെ ഒന്നാമത്തത് അന്നൽ മദ്ഹ് എന്നുള്ളത് ഖദ് യഹ്സുലു ലിൽ ഹയ്യി വലി ഗൈരിൽ ഹയ്യി. അപ്പോൾ മദ്ഹ് പറയാം. ആരെ മദ്ഹ് പറയൽ ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും ഉണ്ടാവും, കരസ്ഥമാകും. അല്ലാ തറ നീ കാണുന്നില്ല അന്ന മൻ റആ ലുഅലുഅൻ ഫീ ഗായത്തിൽ ഹുസ്നി. അല്ലാ തറ നീ കാണുന്നില്ല അന്ന മൻ ഒരുത്തൻ റആവും കണ്ടു ലുഅലുഅൻ അവനൊരു മുത്തിനെ കണ്ടു ഫീ ഗായത്തിൽ ഹുസ്നി അങ്ങേയറ്റത്തെ ഭംഗിയിൽ കണ്ടു. ഔ യാഖൂത്തൻ അല്ലെങ്കിൽ ഒരു യാഖൂത്തിനെ കണ്ടു, അല്ലെങ്കിൽ രത്നത്തെ കണ്ടു. ഫീ ഗായത്തിൽ ഹുസ്നി അങ്ങേയറ്റത്തെ ഭംഗിയിൽ കണ്ടു. അപ്പോൾ ഫൈന്നഹു ഖദ് യംദഹുഹാ അവനതിനെ മദ്ഹ് ചെയ്യും. കണ്ടോ? അപ്പോൾ ജീവനില്ലാത്തതിനെയും മദ്ഹ് ചെയ്യുക. വയസ്തഹില യഹ്മദഹാ ഫൈന്നഹു ഖദ് യംദഹുഹാ അവനതിനെന്ത് ചെയ്യും? മദ്ഹ് ചെയ്യും. വയസ്തഹില യഹ്മദ അവനതിന് ഹംദ് ചെയ്യൽ മുസ്തഹിലാണ്, അതാ സംഭവമാണ്. അപ്പോൾ ഫസബത അപ്പോൾ സ്ഥിരപ്പെട്ടു അന്നൽ മദ്ഹ മിനൽ ഹംദി മദ്ഹാണ് ഹംദിനേക്കാൾ ആമ് അർത്ഥവ്യാപ്തിയുള്ളത് ഹംദിനാണ്. കാരണം ഹംദ് എന്നുള്ളത് ഹംദ് കൊണ്ടിട്ട് ജീവനുള്ളതിന് മാത്രമാണ് എന്ത് ചെയ്യുക ഉണ്ടാകുക. ഇനി അൽ വജ്ഹുസാനി മിനൽ ഫർഖ് ഫിൽ ഫർഖി ഫർക്കിലുള്ള രണ്ടാമത്തെ വജ്ഹ് എന്താണെന്ന് പറയുക. അന്നൽ മദ്ഹ ഖദ് യകൂനു ഖബ്ലൽ ഇഹ്സാനി വഖദ് യകൂനു ബഅദഹു. മദ്ഹ് ചെയ്യൽ ഗുണം ചെയ്യുന്നതിന് മുമ്പുമാകാം, ചിലപ്പോൾ ശേഷവുമാകും. വമൽ ഹംദു ഫൈന്നഹു ലാ യകൂനു ഇല്ലാ ബഅദൽ ഇഹ്സാനി. പക്ഷേ ഹംദ് പറയൽ ഫൈന്നഹു ലാ യകൂനു ഇല്ലാ ബഅദൽ ഇഹ്സാനി ഗുണം ചെയ്തതിന് ശേഷമല്ലാതെ ഉണ്ടാവുകയില്ല. അപ്പോൾ അവിടെ രണ്ട് വ്യത്യാസമായിട്ടാ. ഒന്ന് ഹംദ് മദ്ഹ് ഹംദിനേക്കാൾ ആമാണെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താ? ഇഹ്സാനിൻ്റെ മുമ്പ് ഇഹ്സാനിന് ശേഷവും മദ്ഹ് പറയും. പക്ഷേ ഹംദ് ഇഹ്സാനിന് ശേഷമാണ് ഉണ്ടാവുകയുള്ളൂ. അൽ വജ്ഹു സാലിസ് മൂന്നാമത്തെ വജ്ഹ് ഫിൽ ഫർഖിലുള്ള മൂന്നാമത്തെ വജ്ഹ് അന്നൽ മദ്ഹ ഖദ് യകൂനു മൻഹിയൻ അൻഹു മദ്ഹ് ചിലപ്പോൾ വിരോധിക്കപ്പെട്ടതാകും. അല്ലേ? ഖാല അലൈഹിസ്സലാം നബി പറഞ്ഞില്ലേ ഉഹ്സു തുറാബ ഫി വുജൂഹിൽ മദ്ദാഹീൻ
മദ്ഹ് പറയുന്നവരുടെ മുഖങ്ങളിൽ നിങ്ങൾ മണ്ണ് വാരി എറിയുക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നെഹ് ചെയ്യപ്പെട്ടു മദ്ഹ്. പക്ഷേ അമ്മൽ ഹംദു ഹംദാകുന്നത് ഫൈന്നഹു മഅമൂറൻ ബിഹി മുത്തലഖൻ, അത് നിരുപാധികം കൽപ്പിക്കപ്പെട്ടതാണ്. ഖാല സല്ലല്ലാഹു നബി പറഞ്ഞു, മൻ ലം യഹ്മദിന്നാസ ലം യഹ്മദില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കാത്തവർ, ജനങ്ങളെ ഹംദ് ചെയ്യാത്തവൻ അള്ളാഹുവിനെ ഹംദ് ചെയ്തിട്ടില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഹംദ് ചെയ്യാത്തവൻ അള്ളാഹുവിനെ ഹംദ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇവിടെ ഹംദിനെ കൂടുതൽ വ്യാപ്തി അല്ലേ. ഹംദ് കൽപ്പിക്കപ്പെട്ടതും മദ്ഹ് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിഷയത്തിലും അത് വ്യത്യാസമുണ്ട്. ഇനി അൽ വജ്ഹു റാബിഉ, നാലാമത്തെ വജ്ഹ് അന്നൽ മദ്ഹ് ഇബാറത്തുൻ ഖൗലി ദാലി അലാ കൗനി മുഖ്തസ്സം ബി നൗഇ മിനൽ അൻവാഇൽ ഫളായിലി, മദ്ഹ് എന്നുള്ളത് പറയപ്പെടും ഒരു കൗലിനെ പറ്റിയാണ്. എങ്ങനത്തെ കൗല്? ശ്രേഷ്ഠമായ ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഇനം കൊണ്ട് പ്രത്യേകമാകലിൻ്റെ മേൽ അറിയിക്കുന്ന കൗലിനെ തൊട്ടാണ് മദ്ഹ് എന്ന് പറയാം. ശ്രേഷ്ഠമായ ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഇനം കൊണ്ട് പ്രത്യേകമാവുക എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന കൗലിനെ തൊട്ട് പറയപ്പെടുന്നതാണ് മദ്ഹ്. അന്നൽ മദ്ഹ് എന്നുള്ള ഇബാറത്തും പറയപ്പെടും അനിൽ കൗലിനെ പറ്റി. എങ്ങനത്തെ കൗൽ? ദാലി അറിയിക്കുന്ന, അലാ കൗനിഹി മുഖ്തസാണ് മിൻ ബിനൗഇ മിനൽ അൻവാഇൽ ഫളാൽ, ശ്രേഷ്ഠതയുടെ ഇനങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഇനം കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതാണെന്നതിൻ്റെ മേൽ അറിയിക്കുന്ന കൗല് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണം മനസ്സിലാവും. അമൽ ഹംദ് ഫൗൽ ഖൗലു ദാലു അലാ കൗനി മുഖ്തസം ബി ഫളീലത്തി മുഅയ്യന, നിജമായ ഫളീലത്ത് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതാവുക എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന കൗലാണ്. വഹിയ ഫളീലത്തുൽ ഇൻആമി വൽ ഇഹ്സാൻ, അത് ഇൻആമിൻ്റെയും ഇഹ്സാൻ എന്ന ഫളീലത്താണത്. ഫതബത വിമാദക്കറബെന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥിരപ്പെട്ടു. അന്നൽ മദ്ഹ് ആമു മിനൽ ഹംദി, മദ്ഹ് എന്നുള്ളത് ആമാണ് മിനൽ ഹംദി, ഹംദിനേക്കാൾ ആമാണ്. അപ്പോൾ ഇവിടെ ഈ മദ്ഹ് ആമായല്ലോ. ഇൻആമിൻ്റെ ഫളീലത്തും ഇഹ്സാൻ അല്ലേ, മറ്റുള്ള ആളിലേക്ക് വിട്ടുകിടക്കുന്നത്, അങ്ങനത്തെ ഇതുകൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതിൻ്റെ മേൽ അറിയിക്കുന്ന കൗലാണ് ഹംദാകുമ്പോൾ. അപ്പോൾ 3 പറഞ്ഞാലും 4 പറഞ്ഞാലും മൂന്നും എന്ത് തന്നെയാണ്? ആമായത് മദ്ഹാണ്. അവാമൽ ഫർഖു ബൈനൽ ഹംദി, ഹംദിൻ്റെയും ബൈന ശുക്രിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്താ? ഇനി ഹംദും ശുക്ർ, ഹംദും മദ്ഹും പറഞ്ഞു, ഇനി ഹംദും ശുക്റും തമ്മിലുള്ള വ്യത്യാസം. ഫഹു, അത് അന്നൽ ഹംദ എന്നുള്ള യഅ്മുദ് ആമാണ്, മാ ഇദാ വസല ദാലിക ലിന്നാമിലൈക ഇലാ ഗൈരിക, ഹംദ എന്നുള്ളത് ആമാണ്, ആ ഇനാമ് നിന്നിലേക്ക് എത്തട്ടെ അല്ലെങ്കിൽ വൈറിലേക്ക് എത്തട്ടെ. പക്ഷെ ആകുമ്പോൾ ശുക്ർ എന്നുള്ളത് ഫഹു മുഖ്തസം ബിൽ ഇൻആമിൽ വാസിലേക്ക്, നിന്നിലേക്ക് എത്തിയ അനുഗ്രഹം കൊണ്ട് പ്രത്യേകമാണ്. അപ്പോൾ നിന്നിലേക്ക് എത്തിയതോ നിന്നിലേക്കല്ലാതെ ആകട്ടെ, ഒരു അനുഗ്രഹമായി മതി. അപ്പോൾ അനുഗ്രഹം കിട്ടുമ്പോൾ അത് ഹംദ് ചെയ്യുക. പക്ഷെ ശുക്റാകുമ്പോഴോ നിന്നിലേക്ക് ചേർന്നത് മാത്രമായ പ്രത്യേകം, നിന്നിലേക്ക് ചേർന്ന അനുഗ്രഹം പ്രത്യേകമാക്കപ്പെട്ടതാണ് ശുക്റാകുമ്പോൾ. അപ്പോൾ ഇത് അറഫ്താദ, ഇത് നീ അറിഞ്ഞാൽ ഞാൻ പറയും, അത് ദക്കർന നമ്മൾ പറയും, അന്നൽ മദ്ഹ് എന്നുള്ളത് ഇപ്പോൾ 3 പറഞ്ഞിട്ടല്ലേ. മദ്ഹ് എന്നുള്ളത് ഹാസിനുൽ ഹയ്യ് വലി ഗൈരിൽ ഹയ്യ്, മദ്ഹ് പറയാം ആർക്കൊക്കെ പറ്റും? ജീവനുള്ളതിനെ പറ്റിയും ജീവനില്ലാത്തതിനെയും മദ്ഹ് പറയാമെന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ വലിൽ ഫാഇലിൽ മുഖ്താരി വലി ഗൈരിഹി, അള്ളാഹുവിനെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും നമുക്ക് മദ്ഹ് പറയാം. അപ്പോൾ ഫലവ് കാല അൽ മദുലില്ല ഇലം യദുല്ല ദാലിക അലാ കൗനി തആല ഫായിലും മുഖ്താർ. അപ്പോൾ ഒരാൾ പറഞ്ഞു മദ്ഹാകുന്ന അള്ളാഹുനാണെന്ന് പറഞ്ഞാൽ ലം യദുല്ല ദാലിക, അത് അറിയിക്കൂല, അലാ കൗനിഹി തആല അള്ളാഹ് ഫായിലും മുഖ്താറാണെന്ന് അറിയിക്കൂല. പക്ഷേ അമ്മാലവ് കാല അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഫഹു യദുല്ല അലാ കൗനി മുഖ്താറാന്ന് അറിയിക്കും. അൽഹംദുലില്ലാ എന്ന് പറയുകയാണെങ്കിലോ അപ്പോൾ ഫഹു യദുല്ല അത് അറിയിക്കും, അലാ കൗനി മുഖ്താർ, അത് മുഖ്താറാണെന്ന് അറിയിക്കുന്നുണ്ട്. അൽ മദ്ഹുലില്ല എന്ന് പറയുമ്പോൾ അത് അറിയിക്കൂല. കാരണം മദ്ഹ് എന്നുള്ളത്
ഫായിൽ മുഖ്താറിനും അതല്ലാത്തതിനും ഉണ്ടാവുമല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ കൗല് അൽഹംദുലില്ലാ എന്ന കൗല് യദുല്ലത് അറിയിക്കുന്നുണ്ട്. അലാ കൗനി ഹാദൽ ഖാലി പറഞ്ഞാൾ മുഖിറൻ അവൻ അംഗീകരിച്ചവനാണ് ബിഅന്നൽ ഇലാഹൽ ആലം ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് ലൈസ മൂജിബൻ ബിദ്ദാത്തല്ല കമാ തഖൂൽ ഫലാസഫത്തു ഫൽസഫക്കാർ പറയുന്നത് പോലെ ദാത്ത് കൊണ്ട് നിർബന്ധമായ മുഖ്താറാണ്. ഫൽസഫക്കാർ പറയുന്നത് പോലെ ബിദ്ദാത്ത് മൂജിബല്ല. വൽഹുവ ഫായിലുൻ മുഖ്താറുൻ അവൻ സ്വയേഷ്ടം പ്രവർത്തിക്കുന്നവനാണ്, അല്ല നിർബന്ധിതമായിട്ട് പ്രവർത്തിക്കുന്നവനല്ല എന്നറിയിക്കുന്നുണ്ട് അൽഹംദുലില്ലാ എന്നുള്ളത്. വയലൻ ഫഖൗലുഹു അൽഹംദുലില്ലാ എന്നുള്ള കൗൽ അള്ളാഹിൻ്റെ കൗല് വീണ്ടും അള്ളാഹിൻ്റെ അൽഹംദുലില്ലാ എന്ന കൗൽ ഔലയാണ് മിൻ കൗലി അശ്ശുക്കുറുലില്ലാ എന്നതിനേക്കാൾ ഔലയാന്ന് പറയും. കാരണം ലന്ന കൗലഹു അൽഹംദുലില്ലാ എന്നുള്ള കൗല് സനാഉൻ അലല്ലാഹി സവി കുല്ലി ഇൻആമിൻ സദറ മിൻഹു വസല ഇലാ ഗൈരിഹി. കാരണം അൽഹംദുലില്ലാ എന്നുള്ളത് സനാഉൻ അള്ളാഹ്ക്ക് സ്തുതി പറയില്ല, കീർത്തനമാണ്. അള്ളാഹിൻ്റെ മേലുള്ള കീർത്തനമാണ്, അത് സ്തുതി പറയലാണ്. ബി സബബി കുല്ലിൻ ആമിൻ എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണം കൊണ്ട് അവനിൽ നിന്നുണ്ടായ എല്ലാ അനുഗ്രഹം സദറ മിൻഹു അവനിൽ നിന്നുണ്ടാകുകയും വസലിലാവരി മറ്റൊരാളിലേക്ക് ചേർന്നതുമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണം കൊണ്ട് അള്ളാഹുവിന് സനാ ചെയ്യലാണ് ഹംദ് എന്നുള്ളത്. വമ്മ ശുക്രുലില്ല അപ്പോൾ അശുക്രുലില്ല എന്നുള്ളത് ഫൗ സന അതൊരു സനാ ആണ്, അതും സ്തുതി തന്നെയാണ്. ബി സബബിൽ ഇൻ ആമിൻ വസല ഇല ദാലിക്കൽ ആ പറഞ്ഞ വ്യക്തിയിലേക്കുള്ള അനുഗ്രഹത്തിൻ്റെ കാരണം കൊണ്ടുള്ള സ്തുതിയാണത്. വലാശക്ക സംശയമില്ലല്ലോ അന്നൽ അവ്വൽ അഫ്ളലു ആദ്യത്തേലെ ശ്രേഷ്ഠം. കാനല തഖ്ദീറ സങ്കല്പിക്കൽ കാനൽ അബുദ കക്കൂലു അടിമ പറയുന്നത് പോലെയാണ്. സബ അൻ അത്തൈതനി ഔലം തോത്തിനി നീ എനിക്ക് നൽകൽ സമമാണ് നൽകാതിരിക്കൽ സമമാണ്. ഫൈനാമുക്ക വാസനില കുല്ലിൽ ആലമീൻ നിൻ്റെ അനുഗ്രഹം നീ അനുഗ്രഹം ചേരുന്നതാണ്, എല്ലാ ലോകരിലേക്കും ചേരുന്നതാണ് എന്നാണ്. വാൻത നീ മുസ്തൈഖുൽ ഹംദുൽ അലീം വലിയ സ്തുതിക്ക് നീ അർഹനാണ്. വക്കീല പറയപ്പെടും അൽഹംദു എന്നുള്ളത് അലാമാ ദഫ അല്ലാഹു മിനൽ ബലായി അള്ളാഹ് ആപത്ത് തടഞ്ഞതിൻ്റെ മേലാണ് ഹംദ് പറയാം. വശുക്രു അലാമാ അത്വാ മിനൽ അൻഇമായി അനുഗ്രഹം നൽകിയതിൻ്റെ മേലാണ് ശുക്ർ ചെയ്യലെന്നും പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടൊരു വ്യത്യാസം. ഫൈങ്കില ചോദിക്കപ്പെട്ടാൽ അന്യമത്തു ഫിൽ ഇത്വാഇ അക്സറു മിനൻ നിഅമത്തി ഫീ ദഫിൽ ബലായി നൽകുന്നതിലുള്ള അനുഗ്രഹമാണല്ലോ അധികരിച്ചത് ആപത്ത് തടയുന്നതിലുള്ള അനുഗ്രഹത്തേക്കാൾ എന്ന് പറയപ്പെട്ടാൽ ഫലിമാത തറക്കൽ അക്സറ ബദല്ല അഖല്ല. അപ്പോൾ എന്തിനാണ് അല്ലാഹു തആല അക്സർ അല്ലേ മിൻ നിഅമത്തി ഫി ദഫിൽ ബലാഇനെ തട്ടിക്കളയുന്നതിനേക്കാൾ നിഅമത്ത് അധികരിച്ചത് നൽകുന്നതിലുള്ള അനുഗ്രഹമാണല്ലോ അധികരിച്ചത് എന്ന് പറയപ്പെട്ടാൽ അപ്പം ശുക്രല്ലേ അധികരിച്ചതെന്ന്. പിന്നെ എന്തുകൊണ്ട് അക്സറിനെ ഉപേക്ഷിച്ചിട്ട് അക്കലിനെ പറഞ്ഞു, അശുക്രില്ല എന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കില്ല. നാം പറയും ഫീ വുജൂൻ അതിൽ പല വജുഹുകളുണ്ട്. അല്ല വലു ഒന്നാമത്തേത് കന്നഹു യഖൂൽ അല്ലാഹ് പറയുന്നത് പോലെ അന ശാക്കിറുൻ അതിനഅമതൈനി ഫകൈഫ ലിഅലാഹുമാ അന ശാക്കിറുൻ ലി അദ്നാൻ നിഅമതൈനി രണ്ട് നിയമത്തുകൾ ഏറ്റവും താഴ്ന്നതിന് വേണ്ടി ഞാൻ നന്ദി ചെയ്യുന്നവനാണ്. ഫൈകൈഫ ലിഅലാഹുമാ അപ്പോൾ അത് രണ്ടിലും ഏറ്റവും ആയിലക്കെങ്ങനെയാണ്. അസാൻ രണ്ടാമൽ മൻഉ ഗൈറു മുത്തനാഹിൻ മൻ എന്നുള്ളത് ഗൈറു മുത്തനാഹിയാണ്. വലിയുത്താവ് മുത്തനാഹിൻ നൽകലാകുന്നത് തടയൽ ഗൈറു മുത്തനാഹിയായ കാര്യം തടയുന്നുണ്ട്, നൽകലാണ് അറ്റമുള്ള കാര്യം മുത്തനാഹിയാണ്. അപ്പോൾ കാനൽ ഇബ്തിദാ ബിശുക്രി ദഫിൽ ബലാഇല്ലദി ലാ നിഹായത ലഹു ഔലാ അപ്പോൾ ബലാ തടയുന്നതിന് നന്ദി ചെയ്യൽ കൊണ്ട് തുടങ്ങലായി ഔല. എങ്ങനത്തെ ബലാ തടയലാണ്? അതിന് ഒരറ്റമില്ല. അല്ലതിൽ ആ നിഹായത്തിൽ അതിനൊരു അറ്റം ഉണ്ടാവില്ല. അത് അങ്ങനെ തുടങ്ങുന്നതിൽ ഔല ഏറ്റവും ബന്ധപ്പെട്ടതായി. നസ്സാൽസ് മൂന്നാമത്തെ അന്നദഫല്ലറി ആഹുമിൻ ജൽബിൻ നഫീ
ബുദ്ധിമുട്ട് തടയലാണ് മുഖ്യം. ഉപകാരം വലിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ മുഖ്യമായത് ബുദ്ധിമുട്ട് തടയലാണ്. ഫലിഹാദ ഖദ്ദമു, ഇതിന് വേണ്ടിയിട്ടാണ് അതിനെ മുന്തിച്ചത്. അപ്പോൾ അശ്കുറുലില്ല എന്ന് പറയാതെ അൽഹംദുലില്ല എന്ന് പറഞ്ഞു എന്നതിന് ന്യായമാണ് പറഞ്ഞത്. അപ്പോൾ ഖീല അനുസരിച്ചായി പറയും. ഇനി അൽ ഫായിദത്തു സാനിയ, രണ്ടാമത്തെ ഫായിദ, അന്നഹു തആല, അല്ലാഹു ലം യഖുൽ പറഞ്ഞില്ല, അഹ്മദുല്ലാഹ എന്ന് പറഞ്ഞില്ല അല്ലേ. അഹ്മദുല്ലാ എന്ന് പറയാറുണ്ട് എന്താ, അൽഹംദുലില്ലാ എന്നല്ലേ പറഞ്ഞത്. ഫീല് പറയാതെ ഇസ്മിയ ജുംലയല്ലേ കൊണ്ടുവന്നു, ഫീലിയ ജുംല പറഞ്ഞില്ലല്ലോ. വലാക്കിൻ കാൽ അൽഹംദുലില്ലാ എന്നല്ലേ പറഞ്ഞു. വഹാദിൽ ഇബാറത്തു സാനി തൗല, അപ്പോൾ ഈ ഇബാറത്താണ്, രണ്ടാമത്തെ ഇബാറത്താണ് ഔല, ഏറ്റവും ബന്ധപ്പെട്ടതിൽ ഈ വുജൂഹിന്, അതിന് പല ന്യായങ്ങളുണ്ട്. അതൊക്കെ ഏതൊക്കെയെന്ന് പറയാം. ആഹദു, ഒന്നാമത്തേത്, അന്നഹു ലൗ ഖാല, അള്ളാഹ് പറഞ്ഞിരുന്നെങ്കിൽ അഹ്മദുല്ലാ, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അഫാദ ദാലിക്കഥ, അത് സമ്പാദിപ്പിച്ച് തരും. അത് സമ്പാദിപ്പിച്ച് തരും എന്ത്, കൗന ദാലിക്കൽ കാല, പറഞ്ഞവനാകൽ, ഖാദിറൻ അല ഹംദിഹി, എന്താ അള്ളാഹുവിനെ സ്തുതിക്കാൻ കഴിവുള്ളവനാണ് എന്നതിൻ്റെ മേൽ അത് ഫായിദ വെപ്പിക്കും. അപ്പോൾ അമ്മാലോ കാല, അവൻ പറയണേ അൽഹംദുലില്ലാ എന്ന് പറയണമെങ്കിൽ ഫഖദ് അഫാദ ദാലിക, അത് ഫായിദ വെപ്പിക്കും, അത് ഫലം ചെയ്യിപ്പിക്കും. അന്നൗകാന മഹമൂദൻ, അല്ലാഹു തആല സ്തുതിക്കപ്പെട്ടവനാണ്, ഖബല ഹംദിൽ ഹാമിദീൻ, സ്തുതിക്കുന്നവൻ്റെ ഹംദിൻ്റെ ഒക്കെ മുമ്പ് തന്നെ അള്ളാഹ് സ്തുതിക്കപ്പെട്ടവനാണ്. വഖബല ശുക്രി ഷാക്കിരീൻ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവൻ്റെ, അള്ളാഹുവിന് നന്ദിക്ക് മുമ്പൊക്കെ അള്ളാഹു തആല ആരാണ്, സ്തുതിക്കപ്പെട്ടവനാണ്, ശുക്ർ ചെയ്യപ്പെട്ടവനാണ് എന്നത് സമ്പാദിപ്പിക്കും. ഫഹാഉലായി സവാഉൻ ഹമിദു ഔ ലം യഹ്മദു, ഇക്കൂട്ടർ അള്ളാഹുവിനെ സ്തുതിക്കലും സമമാകട്ടെ, അല്ലെങ്കിൽ സ്തുതിക്കട്ടെ സ്തുതിക്കാതിരിക്കട്ടെ, അള്ളാഹു അതിന് മുമ്പൊക്കെ സ്തുതിക്കപ്പെട്ടവനാണ്. വസവാൻ ശക്കറോ ലം യഷ്കുറു, അവർ അള്ളാഹുവിന് നന്ദി ചെയ്യട്ടെ നന്ദി ചെയ്യാതിരിക്കട്ടെ, അള്ളാഹ് അതിന് മുമ്പൊക്കെ എന്താണ്, സ്തുതിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഫഹുവ തആല മഹ്മൂദൻ മിനൽ അസൽ ഇലൽ അബദി ബിഹംദിഹിൽ ഖദീമി വ കലാമിഹിൽ ഖദീം, അപ്പോൾ അള്ളാഹു തആല സ്തുതിക്കപ്പെട്ടവനാണ് ഫിൽ അസലി, പണ്ട് തന്നെ, പണ്ട് മുതൽ, ഇൽ അബദി, അബദ് കാലാകാലം വരെ, ബിഹംദിഹിൽ ഖദീം, അവൻ്റെ ഖദീമായ, അവൻ്റെ പണ്ടേ ഉള്ള ഹംദ് കൊണ്ട്, കലാമിൽ ഖദീം, അവൻ്റെ ഖദീമായ കലാമു കൊണ്ടും ഖദീമായ ഹംദ് കൊണ്ടും അള്ളാഹു അസൽ മുതൽ അബദ് വരെ സ്തുതിക്കപ്പെട്ടവനാണ് എന്നറിയിക്കും. കണ്ടാ, അതുകൊണ്ടാണ് അഹ്മദുല്ലാ എന്ന് പറയാതെ അൽഹംദുലില്ലാ എന്ന് പറയും. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയലിൻ്റെ ഒന്നാമത്തെ ഫായിദ പറഞ്ഞു. ഇനി രണ്ടാമത്തെ എന്താ, വസാനിഹ, രണ്ടാമത്തെ, അന്ന കൗലന അൽഹംദുലില്ലാ എന്നുള്ള നമ്മുടെ കൗലുണ്ടല്ലോ, മാന, അതിൻ്റെ മാന അന്നൽ ഹംദ വസന ഹഖ്വൻ ലില്ലാഹി വ മിൽക്കുഹു, ഹംദും സനാവും അള്ളാഹുവിനുള്ള അവകാശമാണ്, അവൻ്റെ അധികാരമാണ്. കാരണം ഫഇന്നഹു തആല ഹുവൽ മുസ്തഹിഖു ലിൽ ഹംദി ബി സവ്വി കസ്റത്തി ആയാദിഹി വ അൻവാഇ ആലാഇ അൽ ഇബാദ്, കാരണം അല്ലാഹു തആല അവനാണ് മുസ്തഹിഖ്, ഹുവൽ മുസ്തഹിഖു, അവനാണ് അവകാശി, ലിൽ ഹംദിനിക്കുള്ള അവകാശി, ബി സവബി കസ്റത്തി ആയാദിഹി, അവൻ്റെ കസ്റത്ത് ആയാദിഹി, അവൻ്റെ സഹായങ്ങൾ അധികരിച്ച കാരണം കൊണ്ട്, വൻവായി ആലായിഹി, അവൻ്റെ അലൽ ഇബാദ്, അവൻ്റെ അടിമകളുടെ മേലുള്ള അവൻ്റെ ആലാകൾ അധികരിച്ചു കൊണ്ട്, ആലാഇൻ്റെ അനുഗ്രഹങ്ങളുടെ ഇനങ്ങൾ കൊണ്ടും അവനാണ് ഹംദിന് അർഹൻ. അപ്പോൾ നമ്മുടെ കൗൽ അൽഹംദുലില്ലാ എന്ന കൗൽ മാനാവിൻ്റെ അർത്ഥം എന്താ, അന്നൽ ഹംദലില്ലാഹി, സർവസ്തുതിയും അള്ളാഹുവിനാണ്, ഹഖ്വൻ ലില്ലാഹി, ഹഖ്വൻ യസ്തഹിഖുഹു ലിദാത്തിഹി, അന്നൽ ഹംദലില്ലാഹി ഹഖ്വൻ യസ്തഹിഖുഹു ലിദാത്തി, അവൻ്റെ ദാത്തിന് വേണ്ടി ബന്ധിച്ച ഹക്കാണ്, അവകാശമാണ് അൽഹംദുലില്ലാ എന്നുള്ളത്. വലൗ ഖാല അഹ്മദുല്ലാ എന്ന് പറഞ്ഞാൽ ലം യദുല്ല ദാലിക അലാ കൗനി മുസ്തഹിഖൻ ലിൽ ഹംദി ലിദാത്തിഹി എന്നറിയിക്കൂല. അഹ്മദുല്ലാ എന്ന് പറഞ്ഞാൽ ലം യദുല്ല, അതറിയിക്കൂല, അതറിയിക്കൂല അലാ കൗന അല്ലാഹു തആല മുസ്തഹിഖാണ് ലിൽ ഹംദി ലിദാത്തിന് വേണ്ടിയുള്ള ഹംദിൻ്റെ മുസ്തഹിഖാണ്, അവകാശിയാണെന്നതിൻ്റെ മേൽ അറിയിക്കൂലല്ലോ. വാ മഅലൂമുൻ, അറിയപ്പെട്ടതാണല്ലോ, അന്ന ലഫ്ളദ് ദാല അലാ കൗനി മുസ്തഹിഖിൻ ലിൽ ഹംദി ഔലാ മിൻ ലഫ്ളിൽ ദാലി അലാ അന്ന ശഖ്സൻ വാഹിദൻ ഹമിദഹു. അപ്പോൾ അറിയപ്പെട്ടല്ലോ, അന്ന ലഫ്ളദ് ദാല അലാ കൗനി മുസ്തഹിഖിൻ ലിൽ ഹംദി, ഹംദിന് അർഹനാകുക എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ലഫ്ള് ഔലയാണല്ലോ.
മിനൽ ലഫ്ലി ദാലി അറിയിക്കുന്ന ലഫ്ലിനേക്കാൾ അല അന്ന ഷഖ്സൻ വാഹിദൻ ഹമിദഹു ഒരു വ്യക്തി അവനെ സ്തുതിച്ചു എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ലഫ്ലിനേക്കാൾ ഹംദിൻ അർഹനാവുക എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ലഫ്ലല്ലേ ഔല എന്നറിയപ്പെട്ടതാണല്ലോ. അപ്പോൾ അഹമ്മദ് വെച്ചാൽ ഞാൻ അവനെ സ്തുതിക്കുന്നല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അർത്ഥം എന്തായി മാറി? അള്ളാഹു ഹംദിന് അവകാശിയാണ് എന്നറിയിക്കും. മറ്റേത് ഒരാൾ അള്ളാഹിനെ സ്തുതിച്ചു എന്നല്ലേ അറിയിക്കുള്ളൂ. അപ്പോൾ അതിനേക്കാൾ ബന്ധപ്പെട്ടത് അൽഹംദുലില്ലാ എന്നല്ലേ എന്ന് ആ നിലക്ക്. ഇനി സാലിസുവ മൂന്നാമത്തെ ഫായിദ അന്നഹു ലൗഖാൽ അള്ളാഹ് പറഞ്ഞിരുന്നെങ്കിൽ അഹമ്മദുല്ലാഹ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലക്കാന ഖദ് ഹമിദ എന്ന് പറയുകയാണെങ്കിൽ ലക്കാന ഖദ് ഹമിദ അതായി ഖദ് ഹമിദ അവനെ സ്തുതിച്ചു എന്നായി. ലാക്കിൻ ലാ ഹംദൻ യലീഖു ബിഹി അവനോട് യോജിച്ച ഹംദൊന്നും ആവൂല. അമ്മ ഇതാ ഖാൽ അൽഹംദുലില്ലാ എന്ന് പറയുകയാണെങ്കിൽ ഫക്കാനോക്കൽ അപ്പോൾ പറഞ്ഞ പോലെയായി മൻ അന ഹത്ത അഹ്മദുഹു മൻ ഞാൻ ആരാണ് ഹത്ത അഹമ്മദുഹു അവനെ സ്തുതിക്കുന്നത് വരെ. ലാക്കിന്നഹു മഹമൂദൻ ബി ജമീ ഹംദിൽ ഹാമിദീൻ ലാക്കിൻ എങ്കിലും അവൻ സ്തുതിക്കപ്പെട്ടവനാണ് ബി ജമീ ഹംദിൽ ഹാമിദീൻ എല്ലാ സ്തുതിക്കുന്നവരുടെയും മുഴുവൻ സ്തുതി കൊണ്ടും സ്തുതിക്കപ്പെട്ടവനാണ്. മിസാലുഹു അതിൽ ഉദാഹരണം മാലൗ സുഇൽത നിന്നോട് ചോദിക്കപ്പെട്ടു ഹല്ലി ഫുലാൻ അലിക്ക് നിഅമത്തുൻ നിൻ്റെ മേൽ ഇന്നാലിന്ന വ്യക്തിക്ക് അനുഗ്രഹം ചെയ്യലുണ്ടോ നിഅമത്തുണ്ടോ ഫൈൻ കുൽത്ത നീ പറഞ്ഞാൽ ഞാൻ അതേന്ന് പറഞ്ഞാൽ ഫഖദ് ഹമിത്തഹു നീ അവനെ ഹംദ് പറഞ്ഞു. വലാക്കിൻ ഹംദൻ ലഈഫ നീ ബലഹീനമായ ലഈഫായ ഹംദാണത്. വലൗ ഖുൽത ഫിൽ ജവാബി നീ പറഞ്ഞാൽ ജവാബിൽ പറഞ്ഞ ബൽ നിഅമുഹു അലാ കുല്ലിൽ ഖലായിക്കി നിഅമുഹു അലാ എല്ലാ സൃഷ്ടികളുടെ മേലുമുള്ള അവൻ്റെ അനുഗ്രഹത്തിൻ്റെ മേലാണ്. എന്ന് പറഞ്ഞാൽ ഫഖദ് ഹമിത്തഹു ബി അക്മലിൽ മഹാമിദി സ്തുതികളിൽ പരിപൂർണമായത് കൊണ്ടാണ് നീ അവനെ ഹംദ് പറഞ്ഞത്. അപ്പോൾ ജവാബിൽ നീ പറയുകയാണെങ്കിൽ ബൽ നിഅമഹു അലാ കുല്ലിൽ ഖലായിക്ക് ഹല്ല് ഫുലാൻ അലൈക നിഅമത്തൻ അപ്പോൾ മിസാലിൽ മായിദാ സുൽത്താൻ ചോദിക്കപ്പെട്ടാൽ ഹല്ലി ഫുലാൻ അലൈക നിഅമത്തൻ ഇന്നാലിന്ന ആൾക്ക് നിൻ്റെ മേൽ അനുഗ്രഹം ചെയ്തിട്ടുണ്ടോ? പങ്കു നീ പറയാം ഞാൻ അതെ ഫഖദ് ഹമിത്തഹു അപ്പം നീ അവനെ ഹംദ് പറഞ്ഞു. നീ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഹംദ് പറഞ്ഞു. ലാക്കിൻ ഹംദൻ ലഈഫായ ഹംദാണ്. വലൗ ഖുൽത ഫിൽ ജവാബ് നീ ഉത്തരത്തിൽ നീ പറയുകയാണെങ്കിൽ ബൽ നിഅമുഹു അലാ കുല്ലിൽ ഖലായിക്കി എന്നല്ല അവൻ്റെ അനുഗ്രഹം എല്ലാ സൃഷ്ടികൾക്കും ഉണ്ട് എന്ന് നീ ഉത്തരത്തിൽ പറയുകയാണെങ്കിലോ ഫഖദ് ഹമിത്തു ബി അക്മലിൽ മഹാമിദ് ഇപ്പോൾ നീ എന്ത് ചെയ്തിട്ടുണ്ട്? അക്മലുൽ മഹാമിദ് ഏറ്റവും സ്തുതികളിൽ ഏറ്റവും പരിപൂർണത കൊണ്ടിട്ടാണ് അവൻ സ്തുതിച്ചത് എന്ന്. വറാബിഹ നാലാമത്തേത് അന്നൽ ഹംദ എന്നുള്ള ഇബാറത്തുൻ അൻ സിഫത്തിൽ ഖൽബി ഹൃദയത്തിലുള്ള വിശേഷണം തൊട്ട് പറയപ്പെടുന്ന ഹംദ്. വഹയ്യത്തിഖാദ് എന്താണ് ഹൃദയത്തിലെ വിശേഷണം? അത് ഇത്തിഖാദ് കൗന് ദാലിക്കൽ മഹ്മൂദി ആസ്വദിക്കപ്പെട്ടവനാണ് എന്ന് വിശ്വസിക്കലാണ്. മുത്തഫല്ലിലൻ അവൻ മുത്തഫല്ലിലാണ്. മുൻഇമൻ അനുഗ്രഹം ചെയ്യുന്നവനാണ്, ഔദാര്യം ചെയ്യുന്നവനാണ്. മുസ്തഹിഖൻ ലിൽ തഅലീമി വൽ ഇജ്ലാലി മഹത്വത്തിനും വളർമ്മയ്ക്കും അവകാശിയാണ് എന്ന് വിശ്വസിക്കലാണ്. അപ്പോൾ ഫൈദാ തലഫളൽ ഇൻസാൻ ബി ഖൗലിഹി അപ്പോൾ മനുഷ്യൻ പറഞ്ഞാൽ മൊഴിഞ്ഞ അഹ്മദുല്ലാ എന്ന് പറഞ്ഞാൽ മഅന്നഹു കാന ഖൽബുഹു ഗാഫിലൻ അൻ മാന തഅലീമില്ലാഹി ബി ജലാലില്ലാഹി അള്ളാഹുവിനെ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതോടുകൂടി പറഞ്ഞു മഅന്ന കാന ഖൽബുഹു ഗാഫിലൻ അൻ മാന താലീമിൻ്റെ അർത്ഥത്തെ തൊട്ട് അശ്രദ്ധനായിട്ട് അവൻ്റെ ഖൽബ് അശ്രദ്ധനായിട്ടാണ് പറയുന്നതെങ്കിൽ അല്ലാഹി ബി ജലാലില്ലാഹി അള്ളാഹുവിന് വളർമ്മയോട് യോജിച്ച മഹത്വത്തിൻ്റെ മാനയെ തൊട്ട് ഗാഫിലായിട്ടാണെങ്കിലോ
കാന കാദിബൻ, അത് കളവാകുമല്ലോ. കാരണം അന്ന അഖ്ബറ നഫ്സി ബി കൗനിഹി ഹാമിദൻ മാ അന്നഹു ലൈസ കദാലിക, കാരണം അവൻ അള്ളാഹുവിനെ തൊട്ട് അവൻ സ്തുതിക്കർഹനാണ് എന്ന് പറഞ്ഞു, അവൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു അവനെപ്പറ്റി. മാന്നഹു ലൈസ കദാലിക, അവൻ അപ്രകാരമല്ലാത്ത സ്ഥിതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവൻ കള്ളനാകും. അമ്മ ഇതാക്കാൽ അൽഹംദുലില്ലാ, അവൻ പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറയണമെങ്കിലോ ഇസ്മിയ ജുംലയായിട്ട് പറഞ്ഞാലോ, ഇസ്മിയ ജുംലയായിട്ട് പറയുകയാണെങ്കിലോ അതാ പറഞ്ഞത് സവാഉൻ കാന ഗാഫിലൻ ഔ മുസ്തഹദിറൻ ലിമാന തഅലീം, അവൻ പറയുന്നത് അൽഹംദുലില്ലാ എന്നാണ്. അവൻ ഗാഫിലായിട്ട് പറയട്ടെ, അതല്ല താലീമിൻ്റെ മാനെ ഹാജരാക്കിക്കൊണ്ട് പറയട്ടെ. അവൻ അശ്രദ്ധനാണ്, താലീമിൻ്റെ മാനയെ പറ്റി അവൻ അശ്രദ്ധനാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാനെ ഹാജരാക്കിയിട്ട് എങ്ങനെ പറഞ്ഞാലും ഫൈനയക്കൂന് സാധിക്കൻ, അവൻ സാധിക്കാകും, അപ്പോൾ സത്യം പറഞ്ഞവനാണ്. കാരണം ലിമാനാവ് അന്നൽ ഹംദ ഹക്കുനില്ലായ്വ മിൽക്കുഹു എന്ന് പറയാം. കാരണം അതിൻ്റെ അർത്ഥം എന്താ? അൽഹംദുലില്ലാ വെച്ചാൽ ഹംദ് മുഴുവനും അള്ളാഹുവിനക്കുള്ള അവകാശമാണ്, അവൻ്റെ അധികാരമാണ് എന്ന അർത്ഥമാണ്. അപ്പോൾ അവിടെ എന്തില്ല? വഹാദൽ മാന, ഈ മാന ഉണ്ടല്ലോ ഹാസിലുൻ, അത് ഉണ്ടാകും. സവാങ്കാനൽ അബ്ദു മുസ്തഖലം ബിമാന തഅലീമി വല്ലിജ്ലാലി ഔലം യക്കുൻ, അടിമ താലിമിൻ്റെ മാന കൊണ്ട് ബന്ധപ്പെടട്ടെ, ഇജ്ലാലിൻ്റെയും താലിമിൻ്റെയും മാന കൊണ്ട് മുസ്തഖിലാകട്ടെ, അതല്ല ആകാതിരിക്കട്ടെ. ഈ മാന ഉണ്ടല്ലോ. ഫസബത, ബസ്സിരപ്പെട്ടു. അന്ന കൗലുഹു, അള്ളാഹുവിൻ്റെ കൗലുണ്ടല്ലോ അൽഹംദുലില്ലാ എന്ന കൗല് ഔലയാണ് മീൻ കൗലി അഹമ്മദുല്ല എന്ന കൗലിനേക്കാൾ അൽഹംദുലില്ലാ എന്ന കൗലാണ് എന്ന് സ്ഥിരപ്പെട്ടു. ഔല വനദീർ, അതിൻ്റെ നദീർ കൗലിൻ അള്ളാഹിൻ്റെ കൗലാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കൗലാണ്. ഫൈന്നഹു ലാ യദ്ഖുലുഹു തക്ദീബു, കാരണം അതിൽ കളവാക്കൽ കടക്കൂല. ബിഖിലാഫി കൗലിന, അള്ളാഹിൻ്റെ കൗലിനെതിരെ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കൗലിനെതിരായിട്ട്. കാരണം ലന്നഹു ഖദ് യകൂനു കാദിബൻ ഫി ഖൗലിഹി, കാരണം ചിലപ്പോൾ അവൻ കള്ളനാകും അഷ്ഹദു എന്ന കൗലിൽ, അല്ലേ? അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിലെന്തില്ല? കളവാക്കലില്ല. അള്ളാഹു അല്ലാതെ ഇലാഹുമില്ല എന്ന് പറയല്ലേ. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അഷ്ഹദു എന്ന വാക്ക് ചിലപ്പോൾ കള്ളമാകാം. വലിഹാദ, ഇക്കാനത്തിന് വേണ്ടിയിട്ടാണ് കാല അള്ള പറഞ്ഞു ഫീ തക്ദീബിൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളെ കളവാക്കുന്നതിൽ അള്ള പറഞ്ഞു വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അള്ള സാക്ഷ്യം വഹിക്കുന്നു മുനാഫിഖീങ്ങൾ കള്ളന്മാരാണെന്ന്. കണ്ട, വലിഹാദ സിറി, സിറിന് വേണ്ടിയ ഈ രഹസ്യത്തിന് വേണ്ടിയ ഉമിർ അബിൽ അദാനി ബിഖൗലിഹി, ബാങ്കിൽ കൽപ്പിക്കപ്പെട്ടു, ബിഖൗലി അഷ്ഹദു എന്ന കൗല് കൊണ്ട്. സുമ്മ വഖാൽ ഹാത്തുമു അലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ അവസാനിപ്പിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൗല് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി അൽ ഫായിദത്തു സാലിസ, മൂന്നാമത്തെ ഫായിദ. അൽഹംദുലില്ലാ എന്ന് പറയുന്നതിൽ മൂന്നാമത്തെ ഫായിദ. 2 ഫായിദ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.